Prayer. In the name of Allah, the most gracious, the most merciful. O Allah, bless our class, our teacher, and all my dear friends. Give us knowledge that benefits and hurtful of kinds. O Allah, increase our knowledge. Ameen. Sign in. Good morning, everyone. I am warmly welcome you all to today's online class. Let us begin this session with joy, enthusiasm, and a positive attitude to learn something new. Welcome, dear Abarna ma'am, and all my dear friends. Let's start our class with happiness and excitement to learn together. Thank you. Good morning, everyone. I'm Shruti Suresh, and today's thought. The goal of early childhood education should be to activate the child's own natural desire to learn. Maria Montessori. Thank you. Good morning, all. Good morning, Good ma'am. morning, morning, ma'am. Okay. Good morning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നെന്ന് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 83-ലെ ലവ് ഓഫ് വർക്ക് ആണ് പറഞ്ഞു അറിയാൻ പോകുന്നത്. അത് പറഞ്ഞു ലവ് ഓഫ് റിപ്പീറ്റേഷൻ വരെയല്ലേ പറഞ്ഞോളൂ. മാം ഇത് എടുക്കാനുള്ളത് പേജ് നമ്പർ 84-ലെ ലവേഴ്സ് ഓഫ് സൈലൻസ് അതാണ് എടുക്കാനുള്ളത്. പേജ് നമ്പർ 84. അവിടെ വരെയോ? ഞാൻ എഴുതിയിരിക്കുന്നതേ ലവ് ഓഫ് റിപ്പീറ്റേഷൻ വരെ എടുത്തോന്നാണ്. ലവ് ഓഫ് വർക്ക് വരെ മാം ഞാനും അടയാളപ്പെടുത്തി വെച്ചിരുന്നു. മാം പറഞ്ഞായിരുന്നു നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. റിവാർഡ് ആൻഡ് പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്. പേജ് നമ്പർ 83. ഓക്കെ. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പെർമിറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് എന്ത്? റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അത് കൂടാതെ വേറൊരു കാര്യം കൂടി നമ്മളിവിടെ പെർമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെന്താണ്? കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അലോ ചെയ്യുന്നില്ല, അല്ലേ? പറഞ്ഞോത്. അതൊരു കുട്ടിക്ക് ടീച്ചർ, അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ഗുഡ് ബിഹേവിയറിന് എന്ത് കൊടുത്തു? ഒരു റിവാർഡായിട്ടൊരു മെഡൽ കൊടുത്തു. കുറച്ച് മൊമെന്റ്സ് ലേറ്റർ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്തു? ഈ മെഡൽ എടുത്ത് മാറ്റിയിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് മോണ്ടിസോറി പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് റിവാർഡ്സോ പണിഷ്മെന്റോ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. റിവാർഡ്സിന്റെയും പണിഷ്മെന്റിന്റെയും ആവശ്യകത ഇല്ല എന്നാണ്. ഓക്കെ, അത് റീഡ് ചെയ്തേണോ? നോൺ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് പറഞ്ഞേ ഉള്ളൂ, വായിച്ചില്ലായിരുന്നു. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed that the boy is taking off his medal. Taking off the medal, this struck Montessori, realizing that children show no need for reward and punishment, which intervene with the child ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ കുട്ടികൾക്ക് റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതായിട്ടില്ല. അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ എന്തായിരിക്കുമല്ലോ, നോർമലൈസ്ഡ് ചൈൽഡ് ആയിരിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമായിരിക്കും, മറ്റു കുട്ടികൾക്ക് അതൊരു ഭയങ്കര വിഷമമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ക്ലാസ് ടോപ്പർ ആണെന്നും പറഞ്ഞ് ബാഡ്ജ് ഒക്കെ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ബാഡ്ജ് ആ ഒരു ടൈം കഴിയുന്നവരെയും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ക്ലാസ് സെക്കൻഡിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടിക്ക് ആ ബാഡ്ജ് കിട്ടിയില്ല, വേണ്ട. ആ കുട്ടി ഇത്രയും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും തന്നെ ക്ലാസ് സെക്കൻഡ് ആയത്. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ അത്. അതുകൊണ്ടാണ് നമ്മൾ റിവാർഡും പണിഷ്മെന്റും വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ മോണ്ടിസോറിയുടെ ഒപ്പീനിയനോട്? ഓക്കെ. ഇനി ലവേഴ്സ് ഓഫ് സൈലൻസ് ആണ്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്.
മോണ്ടിസോറി ക്ലാസ് റൂം ഭയങ്കര സൈലന്റ് ആയിരിക്കും. മറ്റേത് ക്ലാസ് റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂം ഭയങ്കര സൈലന്റ് ആയിരിക്കും. ആരെങ്കിലും മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ? ഇല്ല അല്ല, പോയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ മോണ്ടിസോറി സ്കൂളിന്റെ പ്രത്യേകതയാണ് അവർ ലവ് ഓഫ് സൈലൻസ് ആണ്. എന്ന് വെച്ചാല് ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ് സ്കൂളില് KG സെഷൻ ആണ് നമ്മുടെ മോണ്ടിസോറി സെഷൻ വരുന്നത് അല്ലെ. KG സെഷനില് എല്ലാ ദിവസവും ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എന്താ പറയാ ആഫ്റ്റർനൂൺ വരുന്ന അവർ മോണ്ടിസോറി പീരീഡ് ആണ്. ആ സ്കൂളിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് റൂം ഉണ്ട്. ഇവരെ KG സെഷൻ കൂടാതെ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് റൂം ഉണ്ട്. അവിടെയാണ് ഈ മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് ആ ഒരു കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനർ ഉണ്ട്. സോ സാധാരണ ക്ലാസ്സിലാണെങ്കിൽ KG സെഷനിലേക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര ഡിസ്റ്റർബൻസ്, കാരണം ഭയങ്കര പിള്ളേരൊക്കെ അൺകൺട്രോളബിളി ഭയങ്കരമായിട്ട് എന്താ പറയാ കളിക്കും, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇവരോട് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോകാം എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ഈ കുട്ടികളൊക്കെ സൈലന്റ് ആവും. ഇത് നല്ല ക്യൂ ആയിട്ട് സൈലന്റ് ആയിട്ട് അവര് എന്താ പറയാ ഒരാളെ ടച്ച് ചെയ്യാതെ ക്യൂ ആയിട്ട് എന്ത് ചെയ്യും, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോകും. അവിടെ ചെന്ന് ആ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ അവര് ആ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പൊ അവിടെ ടീച്ചർമാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനൊരു ഇത് പ്രത്യേകത. കാരണം മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ കുട്ടികളിൽ എന്ത് ഈ ഒരു ലവ് ഓഫ് സൈലൻസ് കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൈലൻസ്, ഒരു അച്ചടക്കം കാര്യങ്ങളൊക്കെ കാണുന്നത്. അവർക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പെരുമാറേണ്ടത് എന്ന് ആർക്കറിയാം? മോണ്ടിസോറി ഈ കുട്ടികൾക്ക് അറിയാം, ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. അവരെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവര് വീണ്ടും തിരിച്ച് നോർമൽ ആകുമെങ്കിലും സാധാരണ പോലെ ആകുമെങ്കിലും മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഈ ഒരു ലവ് ഓഫ് സൈലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ്. ഇനി വേറൊരു കാര്യം, മരിയ മോണ്ടിസോറി ഈ ലവ് ഓഫ് സൈലൻസ് ഒരു എന്താണ് ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. ഒരു ദിവസം മോണ്ടിസോറി എന്ത് ചെയ്തു, ഒരു കുഞ്ഞിക്കുട്ടീനെ, ഒരു 4 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ എന്ത് ചെയ്തു, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഒരു പെൺകുട്ടീനെ, ലിറ്റിൽ ഗേൾ. ആ പെൺകുട്ടീനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ചോദിച്ചു. അപ്പൊ ആ കുട്ടി നല്ല ക്യൂട്ടാണ്, അവര് ഭയങ്കര സൈലന്റ് അല്ലേ കുഞ്ഞു കുട്ടികള്. നമ്മുടെ വീട് തന്നെ സൈലന്റ് ആയിരിക്കില്ലേ, കുഞ്ഞു മക്കളുള്ള വീടാണെങ്കിൽ ഹോണിന്റെ ബെല്ല് പോലും കേൾക്കില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ പോലും നിലത്ത് വീഴാത്ത രീതിയിൽ സൈലൻസ് ആയിരിക്കും അമ്മമാർക്ക് അല്ലെ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ അത്രയും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ബേബി ഗേളിനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് മോണ്ടിസോറി മറ്റു കുട്ടികളോട് ചോദിച്ചു, ഇവൾ എത്ര സൈലന്റ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മോണ്ടിസോറി പറഞ്ഞു. അപ്പോ ഈ കുട്ടികൾ എന്ത് ചെയ്തു, അവര് കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയി. അവരവരുടെ ബ്രീത്ത് സൈലന്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ അവരവരുടെ ടാസ്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അവര് സൈലന്റും ആണ്, നിശബ്ദമായിട്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ആ ഒരു ക്ലാസ് ഫുൾ അറ്റ് എ ടൈം എന്തായി നിശബ്ദമായിട്ട് മാറി, ഫുൾ സൈലൻസിലേക്ക് വന്നു. മോണ്ടിസോറി ജസ്റ്റ് ജോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്, ഈ കുട്ടിയുടെ അത്രയും സൈലന്റ് ആവാനായിട്ട് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ക്ലാസ് എന്താ പറയാ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അതൊരു ഇതായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ക്ലാസ് റൂമില് ഫുൾ സൈലന്റ് ആയിട്ട് മാറി. അപ്പോ ഇതൊരു കുട്ടി എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ടീച്ചിങ് പ്രാക്ടീസിന് പോയൊരു കുട്ടി. ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു ഇൻസിഡന്റ് ആ കുട്ടിയുടെ ലൈഫിൽ നടന്നപ്പോ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ മോന് KG സെഷനിലാണ് കിട്ടിയത്, LKG കിട്ടിയത്. മോന് അന്ന് 1.5 വയസ്സാണ്, 1.5 വയസ്സ് കുഞ്ഞിക്കുട്ടിയാണ്. അപ്പൊ ആള് മോനെയും കൊണ്ടാ പോയത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് വേറെ എവിടെയും ആക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല, അപ്പൊ മോനെയും കൊണ്ടാണ് പോയത്. നമുക്കറിയാം അല്ലെ, കുഞ്ഞു കുട്ടികൾ ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോ എന്താണ് ഉറങ്ങുന്ന ശീലമുണ്ട് ചില കുട്ടികൾക്ക്. അപ്പോ ബാക്കി എല്ലാ സമയത്തും ഇവരുടെ ഒപ്പം അവിടെയുള്ള കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നു, സംസാരിക്കുന്നു, ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു 1.5 ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ആദ്യ ദിവസം ഇവൻ കുറച്ച് കുറുമ്പ് കാണിച്ചു. കുറുമ്പ് കാണിച്ചപ്പോ ആ കൊച്ചിൻ ചെയ്തു ഉറക്കിയിട്ട് അവിടെ അടുത്ത് കുട്ടികളാണല്ലോ, അപ്പൊ അവിടെ ഒരു
മാറ്റ് ഉണ്ടായിരുന്നു, മാറ്റിൽ കൊണ്ടുവന്ന് കിടത്തി. മാറ്റില് അവനെ കൊണ്ട് കിടത്തി. അപ്പോ എന്ത് ചെയ്തു, ബാക്കി കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഇവരൊപ്പം എന്താ പറയാ ഭയങ്കര ബഹളവും വികൃതിയൊക്കെ ഇരിക്കുന്ന കുട്ടികള് രണ്ടുപേര് പോയിട്ട് അവന്റെ അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കിടന്ന് മിണ്ടാതെ കിടന്ന് അവർ ഉറങ്ങി. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യിക്കാറില്ല. അപ്പോ എന്ത് ചെയ്തു, രണ്ട് കുട്ടികളും പോയിട്ട് അവന്റെ അടുത്ത് പോയിരുന്നു കിടന്നുറങ്ങി. ബാക്കി എല്ലാ കുട്ടികളും നിശബ്ദമായി, സൈലന്റ് ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ആ കുട്ടി ഉറങ്ങാണ്. എന്നുവെച്ചാല് ബാക്കി എല്ലാവരും എന്താ ഭയങ്കര ക്വയറ്റ്, ഭയങ്കര സൈലന്റ് ആയിട്ട് മാറിയുന്നത്. അപ്പോ ഒരു ലവ് ഓഫ് സൈലൻസ് കുട്ടികൾ തന്നെ എന്താണ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, മോണ്ടിസോറി അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്റെ റിയൽ ലൈഫിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു മിസ്സെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസിഡന്റ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഈ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട് ഓഫ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗം തന്നെയായി മാറി. പിന്നീട് നമ്മൾ അതിന് ഇതായിട്ട് സൈലൻസ് ഗെയിം ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങി. സൈലൻസ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും സംസാരിക്കില്ല. അതേപോലെ ഫുൾ സൈലൻസ് ഗെയിമുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മള് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ലവേഴ്സ് ഓഫ് സൈലൻസ്. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. ഒരു ദിവസം 4 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടീനെ, കുഞ്ഞുകുട്ടീനെ എന്ത് ചെയ്തു, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നു. Maria Montessori was not surprised that the little girl was so still and quiet and wanted to share the feeling with the children in the class. ആ കുട്ടി അത്രയും സൈലന്റ് ആണ്, സ്റ്റിൽ ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫീലിംഗ് കുട്ടികളോട് ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ചെയ്തു മോണ്ടിസോറി. ഷീ ടോൾഡ് ദ ചിൽഡ്രൻ ഇൻ ജോക്കിംഗ് മാനർ, ഒരു തമാശ രീതിയിൽ പറഞ്ഞു, നൺ ഓഫ് യു കുഡ് ഡു സോ വെൽ, നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ എന്താവാൻ പറ്റില്ല, സൈലന്റ് ആവാനായിട്ട് പറ്റില്ല എന്ന് മോണ്ടിസോറി പറഞ്ഞു. മരിയ മോണ്ടിസോറി വാസ് ടേക്ക് എ ബാക്ക് that her children were able to keep silence. എന്നിട്ട് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു ആർക്കെങ്കിലും ഇങ്ങനെ ബ്രീത്ത് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ. ഷി വെന്റ് ഫർദർ ടു സേ ഹൗ സോഫ്റ്റ് ഹർ ബ്രീത്ത്, ഈ കുട്ടിയുടെ ബ്രീത്ത് നോക്കി, അവള് ശ്വാസം ആ ഒരു എന്താ പറയാ ബ്രീത്തും കാര്യങ്ങളും പോലും എത്ര സൈലന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. നൺ ഓഫ് യു കുഡ് ബ്രീത്ത് സൈലന്റ്ലി ആസ് ഷീ, അവളെ പോലെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സൈലന്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മോണ്ടിസോറി പറഞ്ഞു. And these children took Maria to a task. മരിയ മോണ്ടിസോറി എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരെയാണ്. ഇത് ആർക്കെങ്കിലും എന്ത് ഈ കുഞ്ഞു കുട്ടിയുടെ അത്രയും സൈലന്റ് ആയിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു ടാസ്ക് കൊടുത്തു. At that moment, holding their breath, there was a impressive silence. ഈ കുട്ടികളിൽ കണ്ടത് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു മരിയ മോണ്ടിസോറിനെ. അവരെല്ലാവരും അവരുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ക്ലാസ് റൂം പെട്ടെന്ന് സൈലൻസിലേക്ക് പോയി. It was therefore a real revelation when Montessori described that deep down in the soul of children have a great love of silence. അപ്പോൾ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ സൈലൻസിനോട് വളരെയധികം എന്തുണ്ട്, നല്ലൊരു ഗ്രേറ്റ് ലവ് ഉണ്ട് എന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. ടുഡേ ദ സൈലൻസ് ഗെയിംസ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് മോണ്ടിസോറി ക്ലാസ് റൂം. ഇന്ന് സൈലൻസ് ഗെയിമും കാര്യങ്ങളൊക്കെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു ഭാഗം തന്നെയായി മാറും. ലവേഴ്സ് ഓഫ് സൈലൻസ് മനസ്സിലായോ? നമ്മളെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളിൽ ഒരു പ്രത്യേക നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് പറ്റാണെങ്കിൽ ഒരു മോണ്ടിസോറി ക്ലാസ് സ്കൂള് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അടുത്ത് മോണ്ടിസോറി സ്കൂൾ ഉണ്ടെന്ന് അന്വേഷിക്കാം, പിന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് കാണണം. ഞാൻ എന്റെ കോഴ്സ് ചെയ്തതാണ്, ഞങ്ങൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ മോണ്ടിസോറി സ്കൂൾ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറ്റാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മോണ്ടിസോറി ക്ലാസ് റൂം മോണ്ടിസോറി സ്കൂൾ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ആ 2 പോയിന്റ്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, ലവേഴ്സ് ഓഫ് സൈലൻസും.
എല്ലാവരും റീഡ് ചെയ്തോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇന്നാണോ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് പിങ്ക് ടവർ? ഡേറ്റ് ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, സഞ്ജന എങ്ങനെയാ ചെയ്തത്? ചാർട്ട് പേപ്പറിലായിരുന്നോ വുഡിലാണോ? ഇല്ല മാം, ഞാൻ ഈ ഫോം ഷീറ്റ് ഇല്ലേ, സ്പോഞ്ച് പോലത്തെ, അത് കട്ട് ചെയ്തെടുത്തോ? അത് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിന്റെ മീതെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തു. ഒന്ന് കാണിച്ചു തരോ? കാണിച്ചു. നന്നായിട്ടുണ്ട് കേട്ടാ, സെറ്റ്. പ്രസന്റ് ചെയ്ത രീതി എനിക്ക് ഇഷ്ടമായി. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. അപ്പീന പ്രസന്റ് ചെയ്തോടാ. ഇത് മാം മോനെ എങ്ങനെ ചെയ്ത്? ചാർട്ട് പേപ്പറിലാണ്? ആ ചാർട്ട് പേപ്പറിലോ മാം? ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും ചെയ്തില്ലേ? നസീറ കംപ്ലീറ്റ് ആയിട്ടില്ലേ? കംപ്ലീറ്റ് ആയിട്ടില്ല, രണ്ട് ഇതും കൂടി ഉണ്ടാക്കാനുണ്ട്. ഭയങ്കര പ്രയാസം, ഏറ്റവും ചെറുത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഭയങ്കര എന്താണ്, ഒട്ടിച്ച് വരുമ്പോ ചാർട്ട് പേപ്പർ കൈമേൽ ഒട്ടിച്ച് വരുമ്പോ, ഞാൻ കാർഡ്ബോർഡാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഒട്ടിച്ച് വരുമ്പോ ഷേപ്പ് മാറിപ്പോവാ, പിന്നെ വീണ്ടും ഇതാക്കിയിട്ട് ചെയ്ത് വന്നത്. അപ്പൊ കുറെ ടൈം പിടിച്ച്. അപ്പൊ കുറച്ച് രണ്ടെണ്ണം ഉണ്ടാക്കാൻ ഇനിയുണ്ട്. മിസ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ട് ഞാൻ കാർഡ്ബോർഡിലുണ്ടാക്കിയത്. ആണോ? കംപ്ലീറ്റ് ആകുമ്പോ കാണിച്ചു തരണം കേട്ടോ. നോക്കട്ടെ, ചെയ്തിട്ടുണ്ടോ? അശ്വതി മുകളിലായിട്ടാണ് 2 മാർക്ക് ഉണ്ട്. ക്യാമറ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ ഓക്കെ, ഇനി ബാക്കിയുള്ളത് ചെയ്യാം. കാർഡ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ മിസ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ബെഡിലാണോ? ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്ക് അത് കണ്ടപ്പോ എല്ലാവർക്കും പേടിയായിരുന്നില്ലേ, ഇതെങ്ങനെ ചെയ്യൂന്നൊക്കെ? എത്ര പെർഫെക്റ്റ് ആയിട്ട് ഓരോരുത്തരും ചെയ്തിരിക്കുന്നേ. നന്നായിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയപ്പോ ബാക്കിയും കൂടി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് മൊത്തത്തിൽ കാണാൻ ഒരു കൊതിയായിരുന്നു. ആണോ? ഓക്കെ, ലവ് ഓഫ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്. ജോമെട്രിക്കൽ സോളിഡ് ഉണ്ട് ഉണ്ടാക്കിയത്. ചാർട്ടാണ് ഉണ്ടാക്കിയത്, ഷേപ്സ് ആണോ ചെയ്തത്? ചാർട്ട് ചെയ്ത്. ചാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് എടുത്താണ് അല്ലെങ്കിൽ വരച്ചിട്ട് ഷെയ്ഡ് കൊടുത്തു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ആരോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ. നന്നായിട്ടുണ്ട്. മാം ഞാനും ചെയ്തിട്ടുണ്ട്. ശ്രുതി പ്രസന്റ് ചെയ്തോടാ. ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് തോന്നുന്നു.
മാം ഇത് ഫ്ലാഷ് കാർഡ് പോലെ ഉണ്ടാക്കി ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു കാർഡ്ബോർഡിൽ. ഫ്ലാഷ് ആണോ? കാർഡ് വരച്ചിരിക്കുന്നതാണോ? വരച്ച് കളർ കൊടുത്തു. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു നല്ല മാം. ഈ പ്രിന്റ് എടുത്ത പോലെ എനിക്ക് തോന്നുന്നു. ഇത്രയും നല്ല താങ്ക് യു മാം. ഓക്കേടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുട്ടികള് എഴുതാനാണോ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്, വായിക്കാനാണോ നിങ്ങളുടെ അഭിപ്രായത്തില്? വായിക്കാനല്ലേ? എഴുതാനല്ല മാം. എഴുതാനല്ലേ? അവർ കൂടുതൽ ശ്രമിക്കും. എഴുതാൻ. ഒരു ബുക്കും പേനയും കണ്ട അപ്പൊ തന്നെ എടുത്ത് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. വരയ്ക്കാൻ തുടങ്ങും അല്ലെ? അവർ ആദ്യം വരയ്ക്കാനാ തുടങ്ങുന്നത്. റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിനൊക്കെ മുമ്പ് അവരെന്ത് ചെയ്യും? വരയ്ക്കാൻ തുടങ്ങും. ചെറിയ കുട്ടികളുണ്ട്, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വീട്ടില് നമ്മുടെ ഭിത്തിയിൽ അവരുടെ ഹൈറ്റിന് ഡിസൈൻ ആയിരിക്കും, മൊത്തം ഡിസൈൻ ആയിരിക്കും അല്ലെ? പെൻസില്, പേന, സ്കെച്ച്, ക്രയോൺസ് എന്താണ് അവരുടെ കയ്യിൽ കിട്ടുന്നത് അതെല്ലാം കൊണ്ടുവന്ന് അവർ വരയ്ക്കും അല്ലെ? അതാണ് അവരുടെ ഫസ്റ്റ് സ്റ്റേജ്. നമ്മുടെ എന്താ പറയാ, ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ അവർ പഠിച്ചു തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത്, വരച്ചു തുടങ്ങുന്നത് അല്ലെ? സോ മരിയ മോണ്ടിസോറി ആദ്യം ഈ റൈറ്റിങ്ങിനെ കുറിച്ച്, ഇത്ര ചെറിയ കുട്ടികളെ റൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ആർക്കും ഉണ്ടായിരുന്നില്ല, മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികളും അവരുടെ പാരന്റ്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തു മോണ്ടിസോറിനോട്. എന്ത് പറഞ്ഞു? ഇങ്ങനെ കുട്ടികളെ എഴുതാനും വായിക്കാനും തുടങ്ങണം, വായിപ്പിക്കുകയും ചെയ്യണം എന്ന് ആരും റിക്വസ്റ്റ് ചെയ്തു? പാരന്റ്സും കുട്ടികളും റിക്വസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി എന്ത് ചെയ്തു? കുറച്ച് മെറ്റീരിയൽസ് സ്വയമേ തന്നെ പ്രിപ്പയർ ചെയ്തു. അതിൽ ആദ്യം മോണ്ടിസോറി ചെയ്തത് സാൻഡ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് അക്ഷരങ്ങള്, ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ സ്വയമേ കട്ട് ചെയ്ത് അതെടുത്ത് ഇത് കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്ത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, നിങ്ങൾ ചെയ്തില്ലേ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്? ആദ്യം ചെയ്തില്ലേ? ആ ലെറ്റേഴ്സ് ആണ് ആദ്യം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ. ആർക്ക് വേണ്ടിയിട്ട്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാർഡ്ബോർഡ്, സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ലെറ്റേഴ്സ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്തത്. അന്ന് മോണ്ടിസോറിയുടെ അസിസ്റ്റന്റും കൂടി സ്വയമേ ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഇത് സാൻഡ് പേപ്പേഴ്സ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെ കയ്യിലും ആ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇല്ലേ? നമ്മുടെ എല്ലാവരുടെയും കയ്യിലും. ഓക്കെ, അതേപോലെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത്. അപ്പോ നമ്മുടെ കുട്ടികള് മലയാളം എഴുതുന്നില്ല അല്ലെങ്കിൽ മലയാളം ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. മലയാളത്തിൽ സാൻഡ് പേപ്പർ അല്ല, A4 പ്രിന്റ് ചെയ്തിട്ട് അക്ഷരങ്ങള് അത് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോ അതേപോലെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം മോണ്ടിസോറി എന്ത് ചെയ്തത്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവർ ട്രേസ് ചെയ്യും. ആൽഫബറ്റ് എ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ് ട്രേസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോന്നും ഇങ്ങനെ ട്രേസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു മരിയ മോണ്ടിസോറി ഒപ്പീനിയൻ, മൈൻഡ് ആൻഡ് ഹാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ കൈയും ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മൂവ്മെന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്നത് കാര്യത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഡാൻസിന് ആണോ? നന്നായിരുന്നു കേട്ടോ. യൂസ് ചെയ്യുന്നുണ്ടോ സീന? അതെ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ ഇതിന്ന് മാറിയിട്ടില്ല, ഇതിന്ന് എഴുത്തായിരുന്നു. അത് ആദ്യം മോനൊന്ന് പ്ലേസില് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം. ഇപ്പത്തെ അക്ഷരമുണ്ട് നല്ലതാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് മാം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം അങ്ങനെയാ. ആ പെണ്ണിനും കാണിച്ചു കൊടുത്തേക്ക്. നമുക്ക് റീസണബിൾ ആണ് അല്ലെ? റേറ്റ് റീസണബിൾ അല്ലേ? അതെ, 200 എത്രയേ ഉള്ളൂ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൽഫബറ്റ്സ് ആണോ?
ഹിന്ദി ഹിന്ദി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഓക്കെ, അപ്പോ നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് വരാം. Maria Montessori did not have any intention to teach children to write sewing. ആ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കൊണ്ട് എഴുതിക്കാനൊന്നും മരിയ മോണ്ടിസോറിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദ യങ് ചിൽഡ്രൻ came to hear and asked her to teach them to read and write. ഈ കുട്ടികൾ എന്ത് ചെയ്തു, മോണ്ടിസോറിന്റെ അടുത്ത് വരികയും അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. When the parents also started to implore her to do so, അതന്നെ ചെയ്യാനായിട്ട് പാരന്റ്സും പറഞ്ഞപ്പോ മോണ്ടിസോറി എന്ത് വിചാരിച്ചു, മോണ്ടിസോറി had to agree that. ആ ഒരു കാര്യത്തോട് മോണ്ടിസോറി എഗ്രി ചെയ്തു. She and her assistant made some letters formed out of cardboards and sandpaper so that their children could trace these letters. അങ്ങനെയാണ് മോണ്ടിസോറി എന്ത് ചെയ്തത്, കുറച്ച് ലെറ്റേഴ്സ് കാർഡ്ബോർഡ് യൂസ് ചെയ്ത് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ലെറ്റേഴ്സും കാര്യങ്ങളും ചെയ്ത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. According to Maria Montessori opinion, that opinion depends upon mind and hand. നമ്മുടെ മനസ്സും നമ്മുടെ കൈയും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. Writing should be skill flow a natural outcome of moments. നമുക്ക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഔട്ട്കം ആണ്, മൊമെന്റ്സിന്റെ നാച്ചുറൽ ഔട്ട്കം ആണ്. മരിയ മോണ്ടിസോറി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാൻ പറയാം. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്തില്ലേ, കുട്ടികൾ നമ്മൾ പഠിക്കുമ്പോ ഒരു ബൈ ഹാർട്ട് പഠിക്കും അല്ലെ. സാധാരണ കുട്ടികൾക്ക് എങ്ങനെ പഠിക്കുന്നത്, ബൈ ഹാർട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ. അവരോട് ബൈ ഹാർട്ട് പഠിച്ച കാര്യം മറന്നു പോകുമോ എന്ന് ചോദിച്ചാൽ മറന്നു പോകില്ല എന്ന് പറയും. പക്ഷെ ഒരു പ്രാവശ്യം ആ ഒരു കാര്യത്തെ കുറിച്ച് അവരോട് എഴുതാൻ പറയണം. കാരണം അവർ ഇത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും അവർ അത് എഴുതി നോക്കിക്കഴിഞ്ഞാല് അത് എപ്പോഴായാലും അത് അവരുടെ മനസ്സിൽ സ്റ്റോർ ആവും. എന്തൊരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ചെയ്യുന്നതാണ്, എത്രയാണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതും. എന്തായാലും അത് എക്സാം ആണെങ്കിൽ പോലും ആ സമയത്ത് പോലും ഇരുന്നിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ആ എക്സാമിന് മുമ്പൊക്കെ ആയിട്ട് ഞാൻ ആ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി നോക്കും. കാരണം എന്റെ മനസ്സിലേക്ക്, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എന്റെ മനസ്സിലേക്ക് അത് സ്റ്റോർ ആവണമെന്നുണ്ടെങ്കിൽ ഞാനത് എഴുതിയാൽ മാത്രമേ എന്റെ മനസ്സിലേക്ക് സ്റ്റോർ ആവുള്ളൂ. ഞാൻ എത്ര വായിച്ച് പഠിച്ചാലും അതിൽ കൂടുതൽ ഞാൻ എഴുതി ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ആ എഴുതി കഴിഞ്ഞ എന്റെ മനസ്സിലേക്ക് സ്റ്റോർ ആവും. എന്താണെന്നറിയില്ല, എഴുതുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. ആണോ? എന്ന് വെച്ചാൽ അത് പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എഴുതി നോക്കിക്കാം അത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ മൈൻഡും ഹാൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കണ്ണും മൈൻഡും ഹാൻഡും 3 സെൻസും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നമ്മുടെ കൈ ഒരു സ്ഥലത്ത് നമുക്ക് മുകളിലേക്ക് നോക്കി എഴുതാൻ പറ്റില്ല അല്ലെ. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആ വേർഡ്സ് റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ണിലൂടെ ചിലപ്പോ നമ്മൾ പറയുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് റീഡ് ആകുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക്. ആ ഒരു കാര്യങ്ങൾ റീഡ് ആകുന്നുണ്ട്. ഹാൻഡ് മൂവ്മെന്റ് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, ഐയും കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ പോയിന്റ് ഔട്ട് ഒക്കെ ചെയ്യാം, നോട്ട്സും കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാം. അത് അങ്ങനെയാണ് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ഇൻസിഡന്റ് ആണ്. മരിയ മോണ്ടിസോറി അണ്ടർസ്റ്റാൻഡ് ദിസ് വെൻ one December year she told a child to draw a picture of chimney. ഒരു ചിമ്മിനിയുടെ പിക്ചർ വരയ്ക്കാനായിട്ട് മരിയ മോണ്ടിസോറി പറഞ്ഞു. The child took a chalk, obediently did his work. അപ്പൊ കുട്ടി പോയിട്ട് എന്ത് ചെയ്തു, ഒബീഡിയന്റ്ലി എന്ത് ചെയ്തു, അതൊരു പിക്ചർ വരച്ചു. The child instantly cried out. എന്താ കുട്ടി ഭയങ്കരമായിട്ട് പറഞ്ഞു, I can write. It is the first time he had ever written. അവൻ ആദ്യമായിട്ടായിരുന്നു ചോക്ക് യൂസ് ചെയ്ത് വരച്ചതാണ്. പക്ഷെ അത് എന്താണ്, അവന് എഴുതാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. നമ്മുടെ കുട്ടികള് എഴുതുന്നതിന് മുമ്പാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭിത്തിയിലും അവരിവിടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത് അല്ലെ. വരച്ചാണ് അവർ എഴുതാൻ തുടങ്ങുന്നത്. നമ്മളുടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻ മോണ്ടിസോറി കേട്ടോ. നമ്മള് ട്രേസ് ചെയ്യാണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാണിച്ചു തരാം. ഇത്
ഇതേപോലത്തെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് നമ്മുടെ ഉള്ളത്. വുഡന്റെ ആണ്. ഇതേപോലത്തെ ഷേപ്സിലെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ മോണ്ടിസോറിയിലുണ്ട്. നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരണാസിയെ കാണിച്ചില്ലേ, അതൊരു പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. ഹിന്ദി അക്ഷരമാലയുടെ പ്രീ റൈറ്റിംഗ് ബോർഡ് തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ. ഇപ്പൊ ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമുക്ക് കുട്ടികൾക്ക് ട്രേസ് ചെയ്യിക്കുകയാണ്. അവർ ആ കർവ് സ്ട്രെയിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ട്രേസ് ആണ് ചെയ്യിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ എന്താണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് അവർ ട്രേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആൽഫബറ്റ്സ് ബോർഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞൊന്നും തോന്നുന്നുണ്ട്. നോക്കട്ടെ വേറെ ആൽഫബറ്റ് ബോർഡ്, സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററിന്റെ ഒക്കെ ആൽഫബറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കർസി ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സ്മോൾ ലെറ്റർ ആണ് കാണുന്നത്. ഇതെല്ലാം ആൽഫബറ്റ്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സാൻഡ് നമ്മൾ പറയാറുണ്ട് കുട്ടികളെ കൊണ്ട് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ബുക്കിലും പേപ്പറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് സാൻഡിൽ എഴുതിക്കുന്നത് നല്ലതാണ്. കേട്ടിട്ടുണ്ടോ? മണ്ണിൽ എഴുതിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ പഠിച്ചത് ഞാനോട്ടെ എന്റെ അച്ഛനും കൈ മണ്ണിൽ ഇങ്ങനെ എഴുതിച്ച്. നമ്മുടെ കുട്ടികൾക്കൊക്കെ മണ്ണ് കാണാൻ പോലും കിട്ടുന്നില്ല. അല്ല, എല്ലാവരുടെ വീട്ടിലെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ മണ്ണ് പോലും ഉണ്ടാവില്ല പുറത്ത്. ആ ഒരു ഇതാണ്. പക്ഷെ എപ്പോഴെങ്കിലും ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് നല്ല പൊടിമണ്ണലാണല്ലോ അവിടെ ഉള്ളത്. കുറച്ചെടുത്തിട്ട് വരാണെങ്കിൽ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ട്രെയില് പ്ലേസ് ചെയ്യാം. ഒരു ട്രെയില് അത് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിക്കാം, ഈ ഒരു മണലില് എഴുതിക്കാം. ഇപ്പൊ എന്നാണെങ്കിൽ മണലിൽ എന്ത് ചെയ്യുക, കൈയും കൊണ്ട് എ എഴുതിപ്പിക്കാം, ബി എഴുതിപ്പിക്കാം. എന്നിട്ട് ആ മണല് ശരിക്കും നമ്മളുടെ ഡബ്ബയിൽ എന്ത് ചെയ്യുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ജാറയിൽ എടുത്തു വയ്ക്കുക. വീണ്ടും നമ്മളത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് അവർക്ക് ഈ ഒരു റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സാൻഡ് പേപ്പർ ആണ്, ലെറ്റേഴ്സ് ആണ്. ഇത് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ടോ, ഇത് നമ്മൾ മോണ്ടിസോറിയിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്. അത് സാൻഡ് ആണ്, നടുക്ക് കാണുന്ന സാൻഡ് ആണ്. അതില് മണ്ണിലിട്ടിട്ട് അതിലാണ് അവരെ കേർവ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കണേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫബറ്റ്സ് അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ മണലിൽ എഴുതിക്കാനായിട്ട് പറ്റും. ചെറിയ കുട്ടികളായിട്ട് 3 years 2.5 years മുതൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ദെൻ അപ്പോ നമ്മൾ കുട്ടികള് എന്താണ് ആദ്യം വരയ്ക്കാനാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എഴുതാനാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു കുട്ടിനോട് മോണ്ടിസോറി പറഞ്ഞു ജസ്റ്റ് ഒരു ചിമ്മിനിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ അവൻ ആദ്യമായിട്ടാണ് അവന്റെ ലൈഫിൽ അവൻ എന്ത് ചെയ്തത്, എഴുതാനായിട്ട് തുടങ്ങി. ഭയങ്കര സന്തോഷമായി ആ ഒരു ഇൻസിഡന്റ്. മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് റൈറ്റിംഗ് കെയിം ബിഫോർ റീഡിങ്. എഴുതുന്നത് ആദ്യം, റൈറ്റിംഗ് എന്ന് പറയുന്നത് റീഡിങ്ങിന് മുമ്പാണ് വരുന്നത്. സാധാരണ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്, നമ്മൾ വായിച്ചതിന് ശേഷമാണ് എഴുതുന്നതെന്നല്ലേ. അങ്ങനെയല്ല, ആദ്യം വരുന്നത് എന്താണ്, റൈറ്റിംഗ് ആണ്. മരിയ മോണ്ടിസോറി റോട്ട്സ് ഓൺ ബ്ലാക്ക് ബോർഡ്, ഇഫ് യു ലവ് മീ ഗിവ് മീ എ കിസ്. മോണ്ടിസോറി എന്ത് ചെയ്തു, ബോർഡില് എന്ത് ചെയ്തു, ഒന്ന് എങ്ങനെ എഴുതിട്ടു, ഇഫ് യു ലവ് മീ ഗിവ് മീ എ കിസ് എന്ന് പറഞ്ഞിട്ട് എഴുതിട്ടു. ഇഫ് യു ക്യാൻ റീഡ് ടു കെയിം ടു മീ, എന്നിട്ട് ഇത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ എഴുതിയിട്ടു. നമ്മൾ ഈ സാൻഡ് പേപ്പേഴ്സ് ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ കുട്ടികളെ, അതിന്റെ ഒപ്പം തന്നെ ഫോണറ്റിക്സ്, നമ്മൾ സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് അശ്വതിമിസ് എടുത്തിട്ടില്ലല്ലോ ഫോണറ്റിക്സിനെ കുറിച്ചിട്ട്? അതെങ്കിലും അറിയോ ഫോണറ്റിക്സ്? നമ്മള് ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷിലെ എല്ലാ ആൽഫബറ്റ്സിനും അതിൻ്റെതായ സൗണ്ട്സ് ഉണ്ട്. ഫോണറ്റിക് സൗണ്ട്സ് എന്ന് പറയും. ഫോണറ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് വൈവി ഉണ്ടായിരുന്നു ഫോണറ്റിക്സിന്റെ. ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ ഡിഗ്രി പഠിച്ച ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ ഈ ഫോണറ്റിക്സിന്റെ സൗണ്ട്സിന്റെ വൈവ് നടക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. എന്നുവെച്ചാല് ഓരോ അക്ഷരങ്ങളും കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇന്ത്യൻ വാലിഡേഷൻ പോലെയാണ് വൈവ് ചെയ്യണത്. കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തില്ലെങ്കിൽ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് അവിടെ പോകും. അപ്പൊ നമ്മളിപ്പോ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടല്ലേ, നമ്മളിപ്പോ സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ടാവും.
A for apple എന്നുവെച്ചാൽ ആന്നല്ല വരുന്നത്, ഒരു സൗണ്ടാ വരുന്നത്. ഞാൻ മറന്നുപോയി, കുറെ നാളായില്ലേ. ഞാൻ മറന്നുപോയി. എല്ലാത്തിന്റെയും അല്ല, കുറച്ചൊക്കെ ചിലതൊക്കെ മറന്നിട്ടില്ല, ചിലതൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഒന്നും കൂടി റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോണറ്റിക് സൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ എന്ത് പഠിപ്പിക്കേണ്ടത്, അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടത്. സോ അങ്ങനെ നമ്മൾ അവരെ ഈ ട്രേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണറ്റിക്സിന്റെ സൗണ്ട്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് റീഡിങ്ങും കൂടി വളരെ എളുപ്പമായിരിക്കും. മോണ്ടിസോറി യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചു: ഇഫ് യു ലവ് മീ ഗിവ് മീ കിസ് ആൻഡ് ഇഫ് യു റീഡ് ടു കെയിം ടു മീ എന്ന് പറഞ്ഞ എഴുതി. നിങ്ങൾ മൂവബിൾ ആൽഫബറ്റ്സ് ഞാൻ കാണിച്ചു തന്നോ? ഈ മൂവബിൾ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റും. ആദ്യം വേർഡ്സ് പിന്നെ സെന്റൻസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ പറ്റും. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്താണ്, അത് വേർഡ്സും കാര്യങ്ങളും സെന്റൻസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ചിൽഡ്രൻ വർ റീഡിങ് ദി സെന്റൻസ് ഫോർ ദെയർ ഓൺ ഹാപ്പിനെസ്. കുട്ടികൾ അത് വായിക്കാൻ തുടങ്ങി. അത് ആദ്യം വായിക്കാനായിട്ട് ഇങ്ങനെ വായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് ഓൺലി ഓൺ 4th day that a little child approve a Montessori and give her a kiss. ഒരു 4th day ആയപ്പോ കുട്ടി വന്നിട്ട് മോണ്ടിസോറിക്ക് എന്ത് ചെയ്തു, ഒരു കിസ് കൊടുത്തു. അപ്പൊ മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തു, അവനത് വായിക്കാനായിട്ട് പറ്റി എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. അതൊരു മൊമെന്റ് ആണല്ലേ, ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റ് ആണത്. കാരണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത മെത്തേഡ് കുട്ടികൾ എത്ര എഫക്റ്റീവ് ആയി, കുട്ടികൾ അത് അപ്രൂവ് ചെയ്തു എന്നുള്ളൊരു തിരിച്ചറിവും പിന്നെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അന്ന് മോണ്ടിസോറി എൻജോയ് ചെയ്തു. നമ്മൾക്കും അങ്ങനെയാണ്. നമ്മുടെ കുട്ടികൾ സ്വയം വായിച്ചു തുടങ്ങുന്ന സമയം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ റീഡ് ചെയ്തൊക്കെ കൊടുക്കും. അത് കൂടാണ്ട് അവർ സ്വയമേ കൂട്ടി ഓരോ അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അവർ എഴുതിയതിനു ശേഷമാണ് വായിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് ആദ്യം എഴുതുകയാണ് ചെയ്യുന്നത്. ആദ്യം റൈറ്റിംഗ് ആണ്, പിന്നെയാണ് റീഡിങ് വരുന്നത്. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഒന്ന് വായിച്ചു നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കട്ടാ. എല്ലാവരും വായിച്ചു പഠിക്കോ? ക്ലിയർ ആണോ? അടുത്താണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് കാസാദി ബാബിനിയിൽ മോണ്ടിസോറി ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? ആർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? സാൻലോറൻസോയില് സ്ലംസ് ഏരിയ ഉള്ള കുട്ടികൾ. നമുക്കറിയാം സ്ലംസ് ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും കാര്യങ്ങളായിരിക്കും അവിടെ ഉള്ളത്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വളർന്ന കുട്ടികളാണ്. അപ്പോഴാണ് മോണ്ടിസോറി ഫസ്റ്റ് അവരുടെ കെയർ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു പാരന്റ്സിന്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവര് ജോലിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടീനെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് മാത്രമാണ്. അവരുടെ എഡ്യൂക്കേഷനായിട്ട് അത്ര വലിയ ബോധമൊന്നല്ലായിരുന്നു. പക്ഷെ അവർക്ക് ആ ഒരു സമയത്ത് കുട്ടി കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാവണം എന്നുള്ള കാര്യം മാത്രമായിരുന്നു പാരന്റ്സിന് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഈ കുട്ടികള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ വീട്ടില് എന്താണോ അവർക്ക് കിട്ടാത്തത് അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കിട്ടാൻ തുടങ്ങിയത്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കിട്ടുന്ന കെയറും കാര്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ അവർക്കൊരു എന്താ പറയാ ഒരു പുതിയ ഒരു ഉണർവായിരുന്നു കൊടുത്തിരുന്നത്. അവർ പുറത്ത് ഭയങ്കര വികൃതിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവര് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു ഐക്യം മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഓരോരുത്തരും അവരവരുടെ വർക്ക് ചെയ്യുന്നു. ഇനി മറ്റൊരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റി. മോണ്ടിസോറിയുടെ റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നോക്കാം. The children that came to Casa di Bambini were the children from the street. നമുക്കറിയാം Casa di Bambiniലേക്ക് വന്ന കുട്ടികൾ സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളാണ്. Nobody cured them and they were caught and cared for. എന്ന് വെച്ചാൽ അവർ ഭയങ്കര ദേഷ്യവും വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. Their parents were working. Both parents എങ്ങനെയാണ് വർക്കിംഗ് ആണ്. And the aim was to keep their children ഓഫ് ദി സ്ട്രീറ്റ്. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് മാത്രമായിരുന്നു പാരന്റ്സിന്റെ എയിം. ബട്ട് ആഫ്റ്റർ സം വീക്ക് ദി ചിൽഡ്രൻസ് ഗോട്ട് യൂസ്ഡ് ടു ദിസ് മോഡ് ഓഫ് ലൈഫ്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവർ കുറച്ചുകൂടി ഇഷ്ടമായി തുടങ്ങി. ആ ഒരു പുതിയ മോഡ് ഓഫ് ലൈഫ് അവർ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ദേ ഹെൽപ്ഡ് ആൻഡ് ഗിവ് ഈച്ച് അതർ മോറൽ സപ്പോർട്ട്. അവർ പരസ്പരം മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ കുട്ടികളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ദേ വേർ ഇൻഡിപെൻഡന്റ്. അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. സ്വയമേ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് കുഡ് മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്. അവർക്ക് ഏത് മെറ്റീരിയൽ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സ്വയം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി. ദേ വർക്ക്ഡ് ഹാർമോണിയസ്ലി ഇൻ ഗ്രൂപ്പ്സ്. നല്ല ഐക്യത്തോടു കൂടി ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ഇതാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സ്വയം അവര് ഈ ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്ക് വന്നു ചേരാണ് ചെയ്തത്. ഓക്കെ, അപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അവരെ സ്വയം നമ്മൾ ആരും ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നില്ല, കമ്പൽ ചെയ്തല്ല അവരെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് അവർ സ്വയമേ ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഇതും കൂടി ഡിസ്കവറിയും കൂടെ ഒന്ന് വായിക്കാം. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. അതോടുകൂടി നമ്മൾ ഡിസ്കവറീസ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചോ? ഈ വരാൻ പോകുന്ന ഫ്രൈഡേ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്താലോ? സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നിങ്ങളല്ലേ പറയണ്ടേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? യെസ് മാം. ഓക്കെ, അന്ന് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം കേട്ടോ. മേ ബി സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ നിങ്ങളുടേതായി പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അന്ന് ആരുടെ ക്ലാസ് ആണ്? ഇംഗ്ലീഷ്. അശ്വതി മിസ്സിന്റെ. ഓക്കെ, അന്ന് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
യാത്രയുടെ ബർത്ത്ഡേയും കൂടെ ആണ് കേട്ടോ. അന്ന് വിഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അഡ്വാൻസ് വിഷസ് കേട്ടോ. താങ്ക് യു മാം. മാം നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ആഹാ, നാളെ വിഷ് ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസ് വിഷസ് കേട്ടോ. താങ്ക് യു. ദെൻ നമ്മള് നെക്സ്റ്റ് സെമിനാർ തട്ടില്ല മോണ്ടിസോറിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും ഏകദേശം മോണ്ടിസോറിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായോ? യെസ് മാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ സെമിനാറിലൂടെ മോണ്ടിസോറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആണ് മോണ്ടിസോറിനെ കുറിച്ചിട്ട് കേട്ടോ. ആരൊക്കെയാണ് സെമിനാർ എടുക്കുന്നത്? മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ആരാണ് മരിയ മോണ്ടിസോറിന് മുതൽ അതെ മോണ്ടിസോറിയുടെ ലൈഫ് ലോങ് നടന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ആരൊക്കെയാണ് എടുക്കുന്നത്? ശ്രുതി എടുക്കാലോ? യെസ് മാം, എടുക്കാം. ശ്രുതി, അശ്വതി, സഞ്ജന. ഓക്കെ മാം. നസീറ, അസീന, ആരൊക്കെയാ പേര് പറ? ഓക്കെ. മിഷ, ഓക്കെ. നസീറ, അസീന, ഓക്കെ. വേറെ ആരെങ്കിലും റെഡിയാണോ? അൽഫിയ, നമ്മുടെ പേര് മാത്രം എടുത്ത് പോകും. തൻസീറ, ഓരോരുത്തരും. അഫീല. യെസ് മാം. ഓക്കെ. ദെൻ സൗമ്യ. വേറെ സൗമ്യ ഉണ്ടാടാ? ഓക്കെ, സൗമ്യ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ പറയാം പേരുകൾ. ശ്രുതി, അശ്വതി, സഞ്ജന, മിഷ, നസീറ, അസീന, അൽഫില, തൻസീറ, സൗമ്യ. തേഴ്സ്ഡേക്ക് അല്ലേ മാം? തേഴ്സ്ഡേക്ക് നിങ്ങൾ എല്ലാവരും സെമിനാർ എടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നു കേട്ടോ. ഓക്കെ. അപ്പൊ മോണ്ടിസോറി വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ്, മോണ്ടിസോറിയുടെ വർക്ക്സും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മോണ്ടിസോറി ഒപ്പീനിയൻ. ഓക്കെ, സൗമ്യത്തിന് പറയാനുണ്ടാടാ? മാം വ്യാഴാഴ്ചയാണ് ഓർമ്മേക്കണ സെമിനാർ. ഞാനുണ്ടാവില്ല, ഞാനത് ഓർത്തില്ല. ഞങ്ങളൊരു ടൂറ് പോവുകയാണ്. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയാ സെമിനാർ? അടുത്ത ക്ലാസ്സിലായാലും പറഞ്ഞാൽ മതിയല്ലോ. കാരണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക് സെമിനാർ തരാനായിട്ട്. Montessori opinion that education is not something which the teacher does, but that is the natural process which involves spontaneously in human beings. Montessori എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമല്ല, കുട്ടികൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. It is not acquired by listening to the words. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക എന്ന് മാത്രമല്ല ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷന്റെ ഭാഗം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് മോണ്ടിസോറി ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്യാരക്ടറും കാര്യങ്ങളാണോ ഇപ്പൊ നിങ്ങളുടെ? എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഈ മാറ്റം വന്നിട്ടില്ല. ചേഞ്ച് ഉണ്ട്. നല്ല ചേഞ്ച് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ഭാഗം മാത്രമാണ്. നമുക്ക് അക്വയർ ചെയ്യുന്ന ക്വാളിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കുട്ടികളോട് പെരുമാറണം, കുട്ടികളുടെ ഫീലിങ്സിന് നമ്മൾ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലെ? അധികം ദേഷ്യപ്പെടാൻ പാടില്ല, അവരുടെ മനസ്സ്, അവരുടെ ലോകം, അതെല്ലാം നമ്മളിപ്പോ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു കുട്ടിയുടെ ഉള്ളില് ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു തുടങ്ങി, അറിഞ്ഞു തുടങ്ങി അല്ലെ? അവന്റേതായ ലോകത്തെ കുറിച്ചിട്ട്.
It is not occurred by listening to words, but by virtue of experience in which children act on his environment. നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അവന്റെ എൻവയോൺമെന്റിൽ അവൻ ആക്ട് ചെയ്യുന്നത്, അവൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ടാസ്ക് ഈസ് നോട്ട് ടു ടോക്ക്. നമ്മൾ ഓരോ ടീച്ചറിന്റെ ടാസ്ക് ജസ്റ്റ് പറയുക എന്ന് മാത്രമല്ല, ബട്ട് ടു പ്രിപ്പയർ ആൻഡ് അറേഞ്ച് എ സീരീസ് ഓഫ് മോട്ടീവ്സ് ഫോർ കൾച്ചറൽ ആക്ടിവിറ്റി ഇൻ സ്പെഷ്യൽ എൻവയോൺമെന്റ് മെയ്ഡ് ഫോർ ദ ചിൽഡ്രൻ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത എൻവയോൺമെന്റിൽ അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാണ്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിലേക്ക് വന്ന സമയത്ത് നമ്മൾ ആക്ഷൻ സോങ്സ് ചെയ്യും അല്ലെ. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും സെമിനാർസും കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് നിങ്ങളൊരു പെർഫെക്റ്റ് ടീച്ചറാക്കി മാറ്റാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ? യെസ് മാം. അപ്പൊ അത് ആ ഒരു ഇതിലേക്ക് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതേപോലെ തന്നെയാണ് നാളത്തെ ഒരു ജനറേഷനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, നല്ല പേഷ്യൻസും ഹാർമണിയും ഐക്യവും അതേപോലെ തന്നെ എന്താ പറയാ ഡിസിപ്ലിനും ഒബീഡിയൻസ് ഒക്കെ ഉള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാണ് നമ്മള് എല്ലാ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തം. ഓക്കെ, okay. At Casati Barbary, the prepared environment gave the children what their home lacked. Casati Barbary, അവർക്ക് വീട്ടിൽ എന്താണ് എൻവയോൺമെന്റ് കിട്ടാനുണ്ട് അതാണ് അവർക്ക് Casati Barbary കിട്ടിയത്. Montessori had great respect for her pupils. കുട്ടികളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. ആൻഡ് വാസ് കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ദം. കുട്ടികളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് മോണ്ടിസോറി ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്കവറീസും കുട്ടികളിൽ നിന്ന് തന്നെയാണ് മോണ്ടിസോറി മനസ്സിലാക്കിയിരിക്കുന്നത്. They were free to explore their new environment and pick and choose those things which they wanted to work and with thus fostering independence. എന്ന് വെച്ചാൽ കുട്ടികളെ ഓരോ എൻവയോൺമെന്റ് ഒരു ചുറ്റുപാടും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഏത് ആക്ടിവിറ്റീസ് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്വയം എടുത്ത് തീരുമാനം എടുക്കാനൊക്കെ കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡവും കാര്യങ്ങളും മോണ്ടിസോറി കൊടുത്തു. She made many of her own materials. സ്വയമേ തന്നെയാണ് ഒരുപാട് മെറ്റീരിയൽസ് മോണ്ടിസോറി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാസ് കണ്ടിന്യൂസ്ലി എക്സ്പെരിമെന്റിങ്, മോഡിഫൈങ്, അഡാപ്റ്റിംഗ് തിങ്സ് ആസ് നീഡഡ് അക്രോസ്. നമ്മൾ ഇന്ന് കാണുന്ന മിക്ക മെറ്റീരിയൽസും കുറച്ചും കൂടി മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അത് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ തന്നെയാണ്, നമ്മൾ ആദ്യം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ തന്നെയാണ്. പക്ഷെ എന്നാലും കണ്ടിന്യൂസ്ലി അതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, ആദ്യം പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആ ലൈനിങ് പോലെ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, ആ ഒരു ബോർഡായിരുന്നു. ഇന്ന് ആൽഫബറ്റ് ബോർഡ് ഉണ്ട്, അതേപോലെ തന്നെ നമ്പേഴ്സ് ബോർഡ് ഉണ്ട്, നമ്മളെ മലയാള അക്ഷരമാല, നമ്മൾ ഓരോ ലാംഗ്വേജിലും ഇപ്പൊ ബോർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്റെ കണ്ടിന്യൂ ആയിട്ട് പോവാണത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അപ്പോ സൈനോട്ട് ആരാ പറയുന്നേ? യെസ് മാം, ഞാൻ പറയാം. Thank you, Purnama, for today's class on Maria Montessori. It was a very good and helpful session. We learned many useful points from your explanation. With a heartfelt thanks to you and all my dear friends. I am signing out now. See you all in the next class. Thank you. Thank you, ma'am. Thank you all. Thank you, ma'am.